അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെയേറെ സന്തോഷത്തോടെയാണ് ഇന്നിവിടെ ഈ ഹാളിലിരിക്കുന്ന ചെറിയ കുട്ടികളും രക്ഷിതാക്കളും വേദിയിൽ ഉപേക്ഷിച്ചിരിക്കുന്ന സ്വാഗത പ്രാസംഗികൻ നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പർ AK ഇബ്രാഹിം സാഹിബ്, ഇതിൻ്റെ ഇനോഗ്രേഷൻ സെക്ഷൻ വഹിക്കുന്ന മുഹമ്മദ് മുസ്തഫ ഫൈസി, ചേർപ്പ് വലിയ ചാനമ്പള്ളിയുടെ ഖത്തീബ് അവർകളാണ്. മറ്റ് വേദിയിലിരിക്കുന്ന നമ്മൾ ഈ ട്രസ്റ്റിൻ്റെ ചെയർമാൻ മുഹമ്മദ് റാഫി, ട്രഷറർ മൊയ്തുന്നിക്ക, ബാക്കി ട്രസ്റ്റ് സെക്രട്ടറി സാജിദ്, ട്രസ്റ്റ് അംഗങ്ങളെ, സഹപ്രവർത്തകരെ, ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത് 11ാമത്തെ ആനിവേഴ്സറിയാണ്. മിക്കവാറും ഇതിലിരിക്കുന്ന പാരൻസ് ഇന്നല്ല ഇതിനു മുമ്പും പല വർഷങ്ങളിലായിട്ട് വന്ന് ഇരിക്കുന്ന പല മുഖങ്ങളാണ് ഇവിടെ നിന്നിരിക്കുന്നത്. ഏകദേശം 500 ചില്ലാനോ 600 താഴെ കുട്ടികളാണ് നമുക്ക് ഇവിടെ നമ്മുടെ അൽഫിത്ര സ്കൂളിൽ നിന്ന് വിദ്യാഭ്യാസം നടത്തി പോയിട്ടുള്ളത്. ഈ ചെറിയ കുട്ടികൾക്ക് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഈ ഒരു സ്ഥാപനം ഏകദേശം 13 വർഷം മുമ്പ് രൂപം കൊണ്ടെങ്കിലും കാര്യങ്ങൾക്കെല്ലാം ഒരു വരിക്കാൻ വന്നത് നമ്മളെ സാജിദ് സെക്രട്ടറിയതിന് ശേഷവും സാജിദും അദ്ദേഹത്തിൻ്റെ വൈഫ് ഷെറീന, ഇവർ രണ്ടുപേരും ഇതിനെ ചെയർമാൻ ഇല്ലെങ്കിലും വേറെ ഭാരവാഹികൾ ആരും ഇല്ലെങ്കിലും ട്രസ്റ്റ് മെമ്പേഴ്സൊന്നും അറിയാതെ തന്നെ ഈ സംഗതികൾ വളരെ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. ഇതിനെ ഏറ്റവും കൂടുതൽ പ്രശംസിക്കേണ്ടത് അന്നും ഇന്നും ഇതിൻ്റെ പ്രിൻസിപ്പളായിരുന്ന ഉമൈറ. ഒരു പ്രിൻസിപ്പൽ എന്ന നിലയിലല്ല ഉമൈറ ഈ സ്ഥാപനത്തിനെ കാണുന്നത്. പ്രിൻസിപ്പളായിട്ടും സ്റ്റുഡൻ്റായിട്ടും ടീച്ചറായിട്ടും പേരൻ്റായിട്ടും പല മുഖങ്ങളിൽ ആണ് നമ്മുടെ പ്രിൻസിപ്പൽ ഈ അൽഫിത്രയെ കാണുന്നത്. ഏത് വർക്കിനായാലും കുട്ടികളെ മോട്ടിവേഷൻ ചെയ്യാനായാലും ശരി, പാരൻസിൻ്റെ അപ്ഡേഷൻ കൊടുക്കാനും എന്തിനും ഈ അൽഫിത്രയോടുള്ള ഒരു അഭേദ്യമായ ബന്ധമാണ് നമ്മളെ പ്രിൻസിപ്പളിനുള്ളത്. അത് നമുക്ക് പ്രത്യേകം പ്രശംസിക്കേണ്ടിയിരിക്കുന്ന അതിനെ ഈ പ്രവർത്തനം അള്ളാഹു ഒരു സാലിഹായ അമലാക്കി എടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ വാർഷിക യോഗം ഇപ്പം ഈ സമയം കുട്ടികൾ എത്താൻ ഇപ്പോഴത്തെ കുറച്ച് വെതർ ചൂട് കൂടാതെ ഉണ്ട്, എത്താൻ കുറച്ച് കഴിയും. ഇൻഷാ അല്ലാഹ് ഒരു 4 മണി 4:30 ആകുമ്പോഴേക്കും നമ്മളെ ഹാള് കുട്ടികളെ കൊണ്ടും പാരൻസിനെ കൊണ്ടും ഫുള്ളായിരിക്കും. ഇന്നത്തെ ഈ പരിപാടിക്ക് ആദ്യത്തെ ഫസ്റ്റ് പ്രോഗ്രാം ആണ് എന്നെ വെച്ചത്. ചെറിയൊരു ടെക്നിക്കൽ പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് ഞാൻ നേരത്തെ കഴിഞ്ഞ് എനിക്ക് 4 മണിക്ക് മുൻപേ വേറെ പ്രോഗ്രാമിൽ പോകണം. എനിക്ക് അത്ര തിരക്കുള്ള ആളായതുകൊണ്ടല്ല കേട്ടോ, പക്ഷേ ഇതിനെ കൊണ്ട് ഞാൻ 4 മണിക്ക് എത്താമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് കുറച്ച് നേരത്തെ പോകേണ്ടി വരുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവുകളും ആശംസകളും ഇതിൽ പ്രവർത്തിക്കുന്ന ചെയർമാൻ, സെക്രട്ടറി, പ്രിൻസിപ്പൽ, സ്റ്റാഫ് അംഗങ്ങൾ, സ്റ്റുഡൻസ്, പാരൻസ് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസയും നന്ദിയും അർപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറിയ വാക്കുകൾ നിർത്തുന്നു. വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Quran is not only to be completed, but to be loved, remembered and lived. Today, we are blessed to witness young hearts who choose the Quran with sincerity and joy. Let's now turn our attention to those shining young learners of our first standard. Alhamdulillah, today we are truly happy to share a special moment. Though completing Khatam in this academic year was not compulsory, these little ones with a love and dedication chose to remain connected with the Holy Quran.
With the support of their teachers and parents, they continued their recitation and successfully completed their khatam. May Allah keep their hearts always attached to the Quran and make it guiding light throughout their lives. Now, we proudly invite our first standard khatam students to the stage. I welcome Sir Janab Salim Sir. I welcome you to give away the prizes for the first standard students. Please welcome our students with a warm round of applause. Fatimat Shaifa, she has completed 8 khatam. Please give a big round of applause. Fatimat Shaifa, she has completed 8 khatam. Fatimat Shaifa, she has completed 8 khatam. Next, I welcome Amna Fatima, completed 7 khatam. Amna Fatima, she has completed 7 khatam. Next I call Aira K. Arif. She has completed 6 khatam. Aira K. Arif. She has completed 6 khatam. Next, Izza Fatima. She has completed 6 khatam. Izza Fatima, she has completed 6 khatam. And next I welcome Tariq Viti. He has completed 6 khatam. Tariq Viti. Thank you, sir. Now I welcome Janab E.K. Ibrahim sir to give away the prizes. Safwan Faisal, 4 khatam. Safwan completed 4 khatam. Mariam Nazar, she has completed 2 khatam. Next, Neda Femil, she has completed 2 khatam. Neda Femil. Next, Umaira Nazar, she has completed 3 khatam. Umaira Nazar, she has completed 3 khatam. Next, Afra Fatima, she has completed 2 khatam. Afra Fatima. Next, Umar Shafiq has completed 2 khatam. Umar Shafiq. Thank you, sir. Jazakallah khairan. Assalamu alaikum wa rahmatullahi wa barakatuh. Assalamu alaikum wa rahmatullahi wa barakatuh. Alhamdulillah wa kafa. Wassalatu wassalamu ala an-nabiy al-mustafa wa ala alihi wa sahbihi ahli as-sidq wal wafa. Amma ba'd. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام را كتاب أنزلناه إليك لتخرج الناس من الظلمات إلى النور. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. സ്നേഹാദരവുകൾ നിറഞ്ഞ വേദിയുടെ അധ്യക്ഷൻ
സ്വാഗതം പറഞ്ഞ മറ്റു വിശിഷ്ട വ്യക്തികൾ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, വിദ്യാർത്ഥിനികളെ, വളരെ സന്തോഷമുള്ള, അതിലുപരി വളരെ ആനന്ദമുള്ളൊരു സദസ്സിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. പരിശുദ്ധമായ ഖുർആനുമായി കണക്ട് ചെയ്ത ഒരു സദസ്സാണെന്നറിയുമ്പോൾ, പ്രത്യേകിച്ച് ഖുർആനിന് വേണ്ടി അല്പസമയമെങ്കിലും ഇങ്ങനെ സംഗമിക്കുക എന്നുള്ളത് മുഅ്മിനായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹൃദയത്തിൽ അങ്ങേയറ്റത്തെ ആത്മീയമായ ആനന്ദമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നേരത്തെ ഇവിടെ വന്ന് പ്രിയപ്പെട്ട മക്കളിങ്ങനെ മൊമെന്റ് സ്വീകരിക്കുമ്പോൾ വളരെ സന്തോഷം തോന്നി. ഞാനിങ്ങനെ ആലോചിച്ചു, ഈ ഒരു ചെറിയ പ്രായത്തിൽ ഇനിയിപ്പോൾ അവർ എത്ര സമയമെടുത്തിട്ടാണെങ്കിലും ശരി, ഇത്രത്തോളം ഖതം അവരെങ്ങനെ പൂർത്തിയാക്കി എന്ന് ഞാൻ ആലോചിച്ചു പോയി. അതിനുവേണ്ടി അവർക്ക് പ്രോത്സാഹനം കൊടുത്ത ഇവിടുത്തെ ടീച്ചേഴ്സ്, മാനേജ്മെന്റ്, രക്ഷിതാക്കൾ അടക്കം എല്ലാവരെയും അഭിനന്ദിക്കാതെ വയ്യ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ നൽകി അനുഗ്രഹിക്കട്ടെ. സുദീർഘമായി ഒരു ഉദ്ഘാടന ഭാഷണത്തിന്റെ ഒരു വേദിയല്ല, അല്പം കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ പാശ്ചാത്യൻ സംഗീതത്തിന്റെ ആരവങ്ങളുടെ പിന്നാലെ പോയി അതിന് വല്ലാതെ ആനന്ദം കിട്ടുന്ന ഒരു തലമുറ വളർന്നു വരുന്ന ഒരു കാലഘട്ടമാണത്. അങ്ങനത്തെ ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നമ്മളെ വളർന്നു വരുന്ന കുഞ്ഞുമക്കളെ ചേർത്ത് പിടിച്ച് ഖുർആനിന്റെ ആത്മീയ ആനന്ദം അവരുടെ ഹൃദയങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വലിയ പ്രൗഢായ ഒരു കാര്യമാണ്. ഇനി നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ ലോകത്തൊരുപാട് വേദഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. എന്നാൽ പരിശുദ്ധമായ ഖുർആൻ എന്തിനു വേണ്ടിയിട്ടാണ് ഭൂമിയിലേക്ക് അവതരിപ്പിച്ചത്? ഖുർആൻ ഭൂമിയിലേക്ക് വന്നതിനിക്ക്, ഖുർആൻ അവതരിച്ചതിനിക്ക് കൃത്യമായ ഒരു അവതരണ ലക്ഷ്യമുണ്ട്. എന്താണ് ഖുർആനിന്റെ അവതരണ ലക്ഷ്യം? സൂറത്ത് ഇബ്രാഹിമിൽ, പരിശുദ്ധമായ ഖുർആനിലെ 14-ാമത്തെ അധ്യായം സൂറത്ത് ഇബ്രാഹിമിൽ പടച്ചവൻ പറയുന്നത് കാണാം. അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ-ളുലുമാതി ഇലൻ-നൂർ. മനുഷ്യരിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഇറക്കി തന്നിട്ടുള്ളത് ലിതുഖ്രിജൻ നാസ മിനൽ-ളുലുമാതി ഇലൻ-നൂർ, ഇരുളിൽ നിന്ന് മനുഷ്യനെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ആത്യന്തികമായ ലക്ഷ്യമാണ് ഖുർആൻ എനിക്കുള്ളത്. ലിതുഖ്രിജൻ നാസ മിനൽ-ളുലുമാതി ഇലൻ-നൂർ. എന്താണ് ഇവിടെ ഇരുൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? തഫ്സീർ നമുക്ക് പല രീതിയിൽ കാണാം. അഗാധമായ തിന്മയിൽ നിന്ന്, ദൈവം എന്താണെന്നറിയാത്ത, അള്ളാഹു എന്താണെന്നറിയാത്ത, സൃഷ്ടാവിന്റെ അത്ഭുതങ്ങൾ എന്താണെന്നറിയാത്ത ആ രീതിയിലുള്ള വലിയ ഇരുട്ടിൽ നിന്ന് മനുഷ്യനെ പ്രകാശത്തിലേക്ക് കൊണ്ടുവരലാണ് പരിശുദ്ധമായ ഖുർആനിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. എന്താണ് പ്രകാശം? അത് സൽപാന്താവാണ്. എന്താണ് പ്രകാശം? നന്മ ചെയ്യാനുള്ള ഒരു ത്വരയിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ്. എന്താണ് പ്രകാശം? നമ്മുടെ നാടിനെയും നാട്ടുകാരെയും മറ്റുള്ള എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു ഉത്തമ മനുഷ്യനായി ജീവിച്ച് അള്ളാഹുവിനെ അറിഞ്ഞ് സ്വർഗത്തിലേക്ക് എത്തിപ്പെടുക. ആ വഴിയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി, അള്ളാഹുവിനെ അറിയാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധമായ ഖുർആൻ ഇവിടെ അവതരിച്ചിട്ടുള്ളത്. ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഖുർആനിൽ ധാരാളം ചരിത്രങ്ങൾ കാണാം, ഒട്ടനവധി ചരിത്രങ്ങളുണ്ട്. പക്ഷെ ഖുർആൻ ഒരിക്കലും ഒരു ചരിത്ര ഗ്രന്ഥമല്ല. ഖുർആൻ പഠിച്ചവർക്ക്, വായിച്ചവർക്ക്, മനസ്സിലാക്കിയവർക്കറിയാം ധാരാളം ചരിത്രങ്ങൾ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ വരുന്ന പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ, അവരുടെ അനുയായികളുടെ ചരിത്രങ്ങൾ, അവർക്ക് വന്ന ശിക്ഷകൾ, അവർക്ക് വന്ന അനുഗ്രഹങ്ങൾ, താക്കീതുകൾ, ഇങ്ങനെ പല രീതിയിൽ സവിസ്തരം ചരിത്രങ്ങൾ പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട്. എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് പൂർവ ഗ്രന്ഥങ്ങളെ പോലെ
പരിശുദ്ധമായ ഖുർആൻ ഒരിക്കലും ഒരു ചരിത്ര ഗ്രന്ഥമല്ല. പിന്നെ എന്തിനാണ് ഖുർആനിൽ ഈ ചരിത്രങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? ഏതൊരു ചരിത്രമാണോ ഖുർആനിൽ പറയുന്നത്, ആ ചരിത്രത്തിൽ നിന്ന് മുഅ്മിനീങ്ങളായ ആളുകൾ, മനുഷ്യർ പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ്. പറഞ്ഞ ചരിത്രങ്ങൾ മുഴുവനും കളങ്കരഹിതമായ ചരിത്രമാണെന്ന് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഖുർആനിൽ അല്ലാഹു പറഞ്ഞ ചരിത്രങ്ങൾ മുഴുവനും അത് യാഥാർത്ഥ്യമായ കൃത്യമായ ചരിത്രമാണെന്ന് മനസ്സിലാക്കി അള്ളാഹുവിന്റെ ദർശനത്തിലേക്ക്, അള്ളാഹുവിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി ഒരു വഴി തുറക്കുക മാത്രമാണ് ഖുർആനിൽ ചരിത്രം കൊണ്ട് അള്ളാഹു തആല ഉദ്ദേശിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഖുർആനിൽ ശാസ്ത്രപരമായ ഒരുപാട് ചർച്ചകൾ കാണാം. എന്നാൽ പരിശുദ്ധമായ ഖുർആൻ ഒരു ശാസ്ത്ര ഗ്രന്ഥമാണ്. ശാസ്ത്രപരമായ ഒട്ടനവധി കാര്യങ്ങൾ ഖുർആനിൽ ചർച്ച ചെയ്യുന്നു. ഈ ചില ആളുകളൊക്കെ പറയുന്നത് കാണാം, ഖുർആനിൽ പറഞ്ഞ ശാസ്ത്രങ്ങളൊക്കെ, അല്ലെങ്കിൽ ശാസ്ത്രപരമായ ഇൽമിന്റെ അപ്രമാദിത്വത്തിനെ ബോധ്യപ്പെടുത്താനാണ് ഖുർആനിൽ ഇങ്ങനെയൊക്കെ ചർച്ച ചെയ്തിട്ടുള്ളത്, നേരത്തെ എന്നുള്ള രീതിയിലൊക്കെ തെറ്റായി വ്യാഖ്യാനിക്കുന്നത് കാണാം. ഖുർആൻ ഒരിക്കലും ശാസ്ത്രത്തിന് നന്നായി ഖുർആനിൽ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും ഖുർആൻ ഒരിക്കലും ഒരു ശാസ്ത്ര ഗ്രന്ഥമല്ല. ഖുർആൻ ഈസ് നോട്ട് ദ ബുക്ക് ഓഫ് സയൻസ്. ഖുർആൻ ഒരിക്കലും സയൻസ് ചർച്ച ചെയ്യുന്ന, ശാസ്ത്രം ചർച്ച ചെയ്യുന്ന, ആധുനികമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു ബുക്കല്ല, ഒരു വേദഗ്രന്ഥമല്ല. വേണമെങ്കിൽ ആ രീതിയിൽ നമുക്ക് അർത്ഥം വെക്കാമെങ്കിലും, പക്ഷേ ബട്ട് ദ ബുക്ക് ഓഫ് സയൻസ്, രണ്ടിനും ഉച്ചാരണത്തിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താണ് ഖുർആൻ എന്ന് പറഞ്ഞാൽ? ദൃഷ്ടാന്തങ്ങളെ ബോധ്യപ്പെടാനുള്ള ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധമായ ഖുർആൻ എന്ന് പറയുന്നത്. സയൻസ് ചർച്ച ചെയ്തിട്ടുണ്ടാവാം മനുഷ്യന്റെ കോശങ്ങളെ, മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ, ഇതര ജീവികളുടെ സൃഷ്ടിപ്പിനെ, അവരുടെ നിലനിൽപ്പിനെ എല്ലാം ഖുർആനിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ശാസ്ത്രത്തിന്റെ ഇൽമിന്റെ അപ്രമാദിത്വത്തിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല. ഈ ഇൽമൊക്കെ, ഈ അറിവൊക്കെ നമ്മൾ മനസ്സിലാക്കി അല്ലാഹു എന്നുള്ള ദിശയിലേക്ക്, വെളിച്ചത്തിലേക്ക് നമ്മൾ എത്തിപ്പെടാൻ വേണ്ടിയിട്ടാണ് ഖുർആനിൽ ഇങ്ങനെ ശാസ്ത്രവും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ചിലരൊക്കെ പറയുന്നത് കാണാം, പരിശുദ്ധമായ ഖുർആൻ അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കാണെന്ന് പറയുന്നത് കാണാം. നമ്മൾ ചിന്തിക്കേണ്ടത് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ഇന്ന് ആധുനിക ശാസ്ത്രം പറയുന്ന സകല കാര്യങ്ങളും 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ മുഖേന തന്റെ അനുചരന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. സാക്ഷരതയില്ലാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണ് ഇത്തരത്തിൽ വലിയ, നേരത്തെ ഇപ്പൊ ശാസ്ത്രം പറയുന്ന കാര്യങ്ങൾ എങ്ങനെ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ അനുചരന്മാർക്ക് പറഞ്ഞു കൊടുത്തു? നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും ഖുർആനിന്റെ സോഴ്സ് എന്ന് പറയുന്നത് അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കല്ല, അത് മിൻ ഖൗലില്ല, അല്ലാഹുവിന്റെ വാക്കാണെന്ന് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ മനസ്സിലാക്കിയവരാണ്, ഉത്തമ ബോധ്യത്തോടുകൂടെ നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു വരുന്നത്, ഖുർആനിലുള്ള സകലതും ഏതെല്ലാം കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിലും അതൊക്കെ അല്ലാഹുവിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് ചരിത്രം ചർച്ച ചെയ്യുന്നുണ്ടാവാം, ശാസ്ത്രം ചർച്ച ചെയ്യുന്നുണ്ടാവാം, ഗോളശാസ്ത്രം ഖുർആനിൽ ചർച്ച ചെയ്യുന്നുണ്ട്, മാത്തമാറ്റിക്സ് ഖുർആനിലുണ്ട്. എന്നാൽ ഈ അറിവിനെ ഉൾക്കൊള്ളുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ അറിവിൻ്റെ അപ്പുറത്തേക്ക് ഖുർആൻ നമുക്ക് ഇട്ടുതരുന്ന വലിയ ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്. ഈ അടുത്ത് ബോധ്യപ്പെട്ട പല ശാസ്ത്രീയ സത്യങ്ങളൊക്കെ ഉണ്ടല്ലോ. കുറച്ചു മുമ്പ് ടൈറ്റാനിക്കിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് യാത്ര ചെയ്യുകയുണ്ടായല്ലോ ഒരു സംഘം. ആഴക്കടലിലേക്ക് പോയി അവർ നല്ല നിലയിൽ അന്വേഷണം നടത്തി. കുറേ ആളുകൾ മരണപ്പെട്ടു, കുറേ അപകടങ്ങളുണ്ടായി. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ടൈറ്റാനിക്കിൻ്റെ അവശിഷ്ടം തേടാൻ പോയ ഈ സംഘം ആളുകളിൽ നിന്ന് നമ്മളൊക്കെ വായിച്ചു കേട്ട് മനസ്സിലാക്കിയവരായിരിക്കും. അവരൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, കടലിൻ്റെ ആഴങ്ങളിൽ അഗാധമായ ഇരുട്ടാണ്. ഒരിക്കലും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സൂറത്തു നൂറാണെന്ന് തോന്നുന്നു.
സൂറത്ത് നൂറിൽ ഒരു ആയത്തിന്റെ ചുരുക്കം കാണാം. ഔ കദുലുമാതിൻ ഫീ ബഹരി ലുജ്ജിൻ എന്ന് തുടങ്ങി ഖുർആനിൽ സവിസ്തരം ചർച്ച ചെയ്യുന്നുണ്ട്. കടലിന്റെ ആഴിയുടെ ആഴങ്ങളിൽ അഗാധമായ ഇരുളാണെന്ന് പറഞ്ഞ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ഒരു സത്യം പരിശുദ്ധമായ ഖുർആനിലൂടെ നമുക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. ഇന്ന് ആധുനിക ശാസ്ത്രം അത് കണ്ടുപിടിക്കുന്നുണ്ടെങ്കിലും ഇത് ഖുർആനിന്റെ വാക്ക്, അത് മുഹമ്മദിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കാണെന്ന് പറയുന്നവരോട് നമുക്ക് ചോദിക്കാനുള്ളത്, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അക്ഷരാഭ്യാസമില്ലാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെ കടലിന്റെ ആഴങ്ങളിൽ അഗാധമായ ഇരുട്ടാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുയായികൾക്ക് പറഞ്ഞു കൊടുത്തു. ഇന്നത്തെ തലമുറകൾ, ഇന്നത്തെ ശാസ്ത്രവിദഗ്ധന്മാർ കടലിലേക്ക് ഡൈവ് ചെയ്ത് അവരവിടെ പോയി കണ്ടെത്തിയതിന് ശേഷമാണ് ഇതൊക്കെ പറഞ്ഞത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ ഖുർആനിന്റെ അധ്യാപനം നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തന്നതാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഖുർആനിൽ ചർച്ച ചെയ്ത ചരിത്രങ്ങളും ഖുർആനിൽ പറഞ്ഞ ശാസ്ത്രപരമായ കാര്യങ്ങളും മറ്റെല്ലാ കാര്യങ്ങളും ഇതൊക്കെ കൃത്യമായ വ്യത്യസ്തമായ ഫന്നുകൾ, വ്യത്യസ്തമായ കാറ്റഗറിയിലുള്ള അറിവുകൾ ഖുർആനിൽ ഉണ്ടെങ്കിലും ഈ അറിവിന്റെ പിന്നിലുള്ള ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് അല്ലാഹുവിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് വെറും ശാസ്ത്രം പഠിക്കാനുള്ളതാണ് ഖുർആൻ എന്നുള്ളൊരു മനോഭാവം ശരിയല്ല. അല്ലാഹുവിനെ അറിയാനുള്ളതാണ്. വെറും അംബിയാ മുർസലുകളുടെ ചരിത്രം പഠിക്കാനുള്ളതാണ് ഖുർആൻ എന്ന് മാത്രം പറയുന്ന മനോഭാവം ശരിയല്ല. അംബിയാ മുർസലുകളുടെ ചരിത്രങ്ങളിലൂടെ അല്ലാഹുവിനെ അറിയുക എന്നുള്ളതാണ് പ്രധാനമായും ലക്ഷ്യമുള്ളത്. ഞാൻ മനസ്സിലാക്കുകയാണ്, ഇത്തരം ആധുനിക ശാസ്ത്രങ്ങൾ കണ്ടുപിടിക്കുന്ന സകല കാര്യങ്ങളും നമ്മളിങ്ങനെ ഉൾക്കൊണ്ടുവരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, മരണാനന്തര ജീവിതമുണ്ടെന്ന് പരിശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തമായി നമ്മളോട് പഠിപ്പിച്ചതാണ്. അപ്പൊ അതൊക്കെ ബോധ്യപ്പെടുമ്പോൾ ആ മരണാനന്തര ജീവിതത്തിലേക്കുള്ള ഒരു എത്തിനോട്ടവും പരിശുദ്ധമായ ഖുർആനിലൂടെ നമുക്കുണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനനുസരിച്ച് അമൽ ചെയ്ത്, ഖുർആനനുസരിച്ച് നല്ല നിലയ്ക്ക് ജീവിച്ച് ഉത്തമ പൗരനായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. പരിശുദ്ധമായ ഖുർആനിന് വേണ്ടി ഇന്ന് പല നിലക്കും വേദികൾ പലയിടങ്ങളിലും സംഘടിപ്പിക്കാറുണ്ട്. പലപ്പോഴും ഈ അൽഫിത്രയുടെ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് സന്തോഷമുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, കുഞ്ഞുമക്കളൊക്കെ ചെറിയ പ്രായത്തിൽ ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ വൽ മൗഇദത്തിൽ ഹസന എന്നാണല്ലോ. കുട്ടികൾക്ക് അല്ലെങ്കിൽ മനുഷ്യർക്ക് അറിവ് പറഞ്ഞു കൊടുക്കേണ്ടത് ഹിക്മത്തിലൂടെയാണ്, തന്ത്രപരമായി കൊണ്ടാണ്. ഇവിടെയുള്ള ചെറിയ കുട്ടികളൊക്കെ അവർക്ക് ഒരു പക്ഷേ യഥാർത്ഥമായി ഒരൊറ്റടിക്ക് നമ്മൾ ഇസ്ലാമിന്റെ കൽപ്പന പറഞ്ഞു കൊടുത്താൽ അവരങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്തോളുന്നില്ല. എന്നാൽ കൃത്യമായി ഇസ്ലാമിന്റെ നിർദ്ദേശം അനുസരിച്ച് ഇവിടുത്തെ സ്കൂൾ പ്രവർത്തിക്കുന്നത് സന്തോഷകരമാണ്. ചെറിയ പ്രായത്തിൽ അവർക്ക് ഹിക്മത്തിലൂടെ ഖുർആനൊക്കെ ഹിഫ്ളാക്കി 6 ഖത്മൊക്കെ ഓതിയ ആളുകൾ ഇവിടെ ഉണ്ടെന്ന്. ഖത്തം അല്ലേ, 6 ഖത്തമല്ലേ, 6, 3 അതിന് താഴേക്ക്. അത്ഭുതകരമായ കാര്യമാണ്. കാരണം ചെറിയ പ്രായമാണ്. നമ്മളൊക്കെ ഈ പ്രായമായിട്ട് പോലും നമ്മളൊക്കെ ഏത് രീതിയിലാണ് ഖുർആനിനോട് സമീപനമുള്ളത് എന്ന് ഞാനും നിങ്ങളൊക്കെ ആത്മാർത്ഥമായി പുനർവിചിന്തനം നടത്തേണ്ട കാര്യമാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. ഖുർആൻ ഒരിക്കലും ശാസ്ത്രം പഠിക്കാനുള്ള ഒരു ബുക്ക് മാത്രമല്ല, ചരിത്രം പഠിക്കാനുള്ള ഒരു ബുക്ക് മാത്രമല്ല. എല്ലാ അറിവുകളും ശേഖരിക്കുമ്പോൾ ആ അറിവ് മുഖേന അല്ലാഹുവിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ് ഖുർആൻ കൊണ്ടുള്ള ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത്. ആ രീതിയിൽ ഖുർആനിന് വേണ്ടി ഇങ്ങനെ സംഗമിച്ചു തന്നെ വളരെ സൗഭാഗ്യമാണ്. അല്ലാഹു തആല നമ്മളിങ്ങനെ ഖുർആനുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരുമിച്ച് കൂടിയത് പടച്ച തമ്പുരാൻ നമ്മിൽ നിന്ന് സ്വീകരിക്കുന്ന ഒരു അമലായി അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. പ്രത്യേകിച്ച് ഈ രീതിയിൽ ഇന്ന് എവിടെ നോക്കിയാലും ഇസ്ലാമിന്റെ കൽപ്പനകൾക്ക് ഒരു പുല്ലുവിലയില്ലാത്തൊരു കാലഘട്ടത്തിൽ ഇസ്ലാമിനെ തന്ത്രപരമായി വളർത്തുന്ന ഈ രീതിയിലുള്ള സ്കൂളുകളൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഇവിടുത്തെ മാനേജ്മെന്റിന്, ഇവിടുത്തെ ടീച്ചേഴ്സ്, ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന രക്ഷിതാക്കൾ എല്ലാവർക്കും അല്ലാഹു ഖൈർ നൽകട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളെ കാണാനും അല്പനേരം ഖുർആനുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് സംസാരിക്കാനും കഴിഞ്ഞത് വലിയൊരു അമലായി, ഇബാദത്തായി ഞാൻ മനസ്സിലാക്കുന്നു. അല്ലാഹു എല്ലാ നിലക്കും പടച്ചവൻ തൃപ്തിപ്പെടുന്ന ഒരു അമലായി നമ്മൾ പറഞ്ഞതും കേട്ടതൊക്കെ സ്വീകരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധമായ ഖുർആൻ വാക്യം ഉച്ചരിച്ച് ഈ വേദി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ഞാൻ നിർത്തുന്നു. ആഖിറു ദഅവതി അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
Thank you, sir, for your valuable words. I humbly request you to stay there to distribute the trophies for our level 2 kids for their Hatam al-Quran. They have completed at least one Hatam of the Holy Quran, reciting with proper tajweed rules and learning daily du'as along the way. From Surah Al-Fatiha to full-born Jews, their journey shows dedication, discipline and love for the Quran. This achievement is not just an end but a beautiful beginning. May Allah keep their hearts always connected to the Quran and bless their future with guidance and goodness. Now we proudly welcome our level 2 children to show us what they have achieved so far. With this wonderful performance, we invite Aisha bin Jassim. She has completed 6 Hatams. Aisha bin Jassim has completed 6 Hatams. Next on stage we have Maryam Zahra. She too has completed 6 Hatams. Parents are requested to give good applause for our kids. Maryam Zahra has completed 6 Hatams. Next on stage, Azra bint Rashik. Azra bint Rashik has completed 3 Hatams. Next on stage, here comes Abdul Hadi PM, has completed 3 Hatams. Abdul Hadi PM, 3 Hatams. Next on stage, I invite Muhammad Ishan, has completed 3 Hatams. Muhammad Ishan, 3 Hatams. Next on stage, I invite Azwa Maryam KR, has completed 2 Hatams. Azwa Maryam KR, 2 Hatams. Next on stage, I invite Zahan Ansar Hafiz, has completed 2 Hatams. Zahan Ansar Hafiz, 2 Hatams. Next on stage, I invite Zayan Azman KI, has completed 2 Hatams. Zayan Azman KI, 2 Hatams. Next on stage comes Muhammad Nehiya Nihas, has completed 2 Hatams. Muhammad Nehiya Nihas, 2 Hatams. Next on stage, I invite Hamsul Ishan NS, 1 Hatam. Hamsul Ishan NS has completed 1 Hatam. Next on stage, I invite Muhammad Mihraj KM, has completed 1 Hatam. Muhammad Mihraj KM, 1 Hatam. Thank you, sir. Thank you all. Ahmad Nuaim, he secured the participation prize at the art and literary competition, and he also secured participation prize at the annual sports meet. Ahmad Nuaim, please give a big round of applause. Ahmad Nuaim. Next I welcome Aisha Afrin. Aisha Afrin, she secured the participation prize at the art and literary competition, and she also secured participation prize at the annual sports meet. Aisha Afrin, she secured participation prize at the art and literary competition and also secured participation prize at the annual sports meet. Next I welcome Aizam K. Anas. He secured the participation prize at the art and literary competition. He also secured
third prize in frog jumping at the annual sports meet. Aizam K. Anas. Aizam K. Anas secured participation prize at the art and literary competition, third prize in frog jumping. Next I welcome Halima Aisha. She secured the first prize in Hifl, first prize in storytelling, first prize in poem recitation at the art and literary competition. She also secured first prize in memory jumping, second prize in three-legged jumping at the annual sports meet. Halima Aisha. Please give a big round of applause to Halima. Halima Aisha. Next I welcome Hana Mariam. She secured the second prize in poem recitation, second prize in action song at the art and literary competition. She also secured first prize in running race, second prize in memory jumping at the annual sports meet. Hana Mariam. Now I welcome Muhammad Rafi sir, Chairman Al Bayan Trust, to give away the prizes for the students. Haizin Muhammad Shan. Haizin Muhammad Shan. He secured the first prize in action song at the art and literary competition. He also secured first prize in potato gathering at the sports meet. Next I welcome Muhammad Amin KS. Muhammad Amin has secured participation prize at the annual sports meet. Muhammad Amin. Next, Muhammad Aslam. He secured the second prize in running race. Muhammad Aslam has secured second prize in running race. Muhammad Azan Faisal. Azan Faisal has secured third prize in Hifl, third prize in poem recitation, third prize in action song at the art and literary competition. He also secured third prize in running race at the annual sports meet. Muhammad Azan Faisal. Minha Mariam. Minha Mariam. She secured the participation prize at the annual sports meet. Minha Mariam has secured participation prize at the annual sports meet. Thank you sir. Now I welcome Moidunika on the stage to give away the prizes. At the art and literary competition, he also secured participation prize at the annual sports meet. Muhammad Hamdan. Next to Nuaim Ali, I welcome Nuaim Ali. He secured the third prize in storytelling at the art and literary competition. He also secured third prize in memory jumping, second prize in three-legged jumping at the annual sports meet. Nuaim Ali. Next I welcome Said Izan. He secured the participation prize at the art and literary competition. He also secured first prize in frog jumping, second prize in potato gathering at the annual sports meet. Said Izan. Next I welcome Tamim Akhtar. He secured the participation prize at the annual sports meet. Tamim Akhtar. Tamim Akhtar secured the participation prize at the annual sports meet. Next I welcome Yamin Ali. He has secured the first prize in three-legged running at the annual sports meet. Yamin Ali. First prize in three-legged running. Next I welcome Yumna S. She secured the second prize in storytelling, consolation prize in clay modeling at the art and literary competition. She also secured second prize in frog jumping,
first prize in 3-legged running at the annual sports meet. Next, I welcome Zahan Adam. He secured the 3rd prize in action song at the Art and Literary competition. He also secured participation prize at the annual sports meet. Razan Tahir. She secured the participation prize at the Art and Literary competition. She also secured 3rd prize in potato gathering at the annual sports meet. Aman, he secured the participation prize at the annual sports meet. Aman. Thank you, sir. Thank you all. Okay, one more prize. One more prize. Dalil Tanveer. He has secured participation prize in Color India competition. Dalil Tanveer, he has secured participation prize in Color India competition. Thank you, Jazakallah khair. പാരൻസ് എല്ലാവരും വളരെ കുറച്ച് സൈലൻ്റ് ആയിട്ട് എല്ലാവരും സദസ്സിലേക്ക് കയറിയിരിക്കേണ്ടതാണ്. ഇനി നമ്മുടെ പ്രോഗ്രാം റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. എല്ലാവരും സൈലൻ്റ് ആയിട്ട് ഇരിക്കുക. Yes, we have learned to read the Quran with the Tajweed rules, studied all our daily prayers and the dua, and even by heart that one juz with love and care. Alhamdulillah, we can also do our namaz properly. We promise to continue learning more Quran and following Allah's teachings every day. We are very thankful to Allah, our lovely teachers, and our dear parents for guiding and helping us. May we always stay on the right path and make everyone proud. Next, we are going to recite Surah Al-Fitar one by one. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا السماء انفطرت وإذا الكواكب انتثرت وإذا البحار فجرت وإذا القبور بعثرت علمت نفس ما قدمت وأخرت يا أيها الإنسان ما غرك بربك الكريم الذي خلقك فسواك فعدلك في أي صورة ما شاء ركبك كلا بل تكذبون بالدين وإن عليكم لحافظين كرام الكاتبين يعلمون ما تفعلون إن الأبرار لفي نعيم وإن الفجار لفي جحيم يصلونها يوم الدين وما هم عنها بغائبين وما أدراك ما يوم الدين ثم ما أدراك ما يوم الدين يوم لا تملك نفس لنفس شيئا والأمر يومئذ لله. Now it's
time to come up with the systematically following method of Al-Fitra Islamic Praying School is saying Tahajim of a first ayah from Surah Kahf. Now I invite my friend Aisha bin Jasim to present the Tahajim method. الشيطان الرجيم بسم الله الرحمن الرحيم همزة والسين دسكت وسد نبدو بها لام قمرية موحى الها ميم ساكنة الحمد لاسم الجلالة لله الحمد لله همزة والسين دسكت وسد نبدو بها لام شدة فتحة الذي يا مد منفصل جائز اثنان أربعة همزة حركات الذي نون ساكنة مخفى عند الزاي مفتوحة بين حركتين أنزل الذي أنزل الحمد لله الذي أنزل على أشمت به حركتان على الحمد لله الذي أنزل على ساكنة مكلكلة عبده الحمد لله الذي أنزل على عبده همزة وسين دسكت وسن نبدو بها لام قمرية موحرة الكتاب أشمت به حركتان الكتاب الحمد لله الذي أنزل على عبده الكتاب ولا ميم ساكنة ولم يا جيم ساكنة مكلكلة يجأ لام ساكنة مضامة في اللام المفتوحة ولم يجعل له ومد سلا صراحة له ولم يجعل له الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا أشمت به حركتان عوجا الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. Next I call upon my friend Zayan, Hamza and Azwa to recite Surah Masad and to tell the background of this surah. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تبت يدا أبي لهب وتب ما أغنى عنه ماله وما كسب سيصلى نارا ذات لهب وامرأته حمالة الحطب في جيدها حبل من مسد. ഖുറാനിലെ 114 സൂറത്താണ് സൂറത്തുൽ മസദ്. ഇതിന് സൂറത്തുൽ ഹംമെന്നും പേരുണ്ട്. അവതരിച്ചത് മക്കയിലാണ്. അബൂലഹബും അവരുടെ ഭാര്യയെ കുറിച്ചാണ് ഈ സൂറത്ത് പറയുന്നത്. ഇസ്ലാമിനെ കുറിച്ചുള്ള സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫാ മലയുടെ മുകളിൽ നിന്ന് ജനങ്ങളെ വിളിച്ചു. എന്നാൽ അബൂലഹബും കൂട്ടരും അത് നിഷേധിച്ചു. അബൂലഹബിന്റെ അഹങ്കാരത്തിനുള്ള മറുപടിയായിട്ടാണ് അല്ലാഹു സൂറത്ത് അവതരിപ്പിച്ചത്. അബൂലഹബിന്റെ ഭാര്യ കളവ് പറയലരും നബി സല്ലല്ലാഹു നടക്കുന്ന വഴിയിൽ വെള്ളങ്ങളെ തടസ്സങ്ങൾ ശിക്ഷിക്കുന്നതായാലും അടുക്കത്താണ് അവരെ വിരുങ്ങി തൂട്ടിക്കാറില്ല. അല്ലാഹു ഈശ്വരത്തിലെ ഗുണപാഠം തപ്പെട്ടും പദവിയും അദ്ദേഹത്തെ ശിക്ഷയില്ല രസപ്പെടുത്തില്ല. സട്ടം അങ്ങനെ വൈരാഗ്യവും പിടിച്ചു ചെയ്താൽ അദ്ദേഹം രസമരിക്കും. Next, I wait
two of my friends, Nayan and Zahan, to say the importance of two surah. Surah Yasin, known as the heart of the Quran, recited for blessings and guidance and ease of difficulties. Surah Rahman reminds us of Allah's mercy and blessing, increased by gratitude. Now I invite my friends Hadi, Azra and Mira to recite one ayah and say its hukm. أولئك الذين أنعم الله عليهم من النبيين من ذرية آدم وممن حملنا مع نوح ومن ذرية إبراهيم وإسرائيل وممن هدينا واجتبينا إذا تتلى عليه آيات الرحمن خر سجدا وبكيا فشق سمعه وبصره بحوله وقوته وتبارك الله أحسن الخالقين. I will explain. The first rule is ilaha. When hamza in her comes after nun sakina wa tanwin is ilaha. Here since ain comes after nun sakina, it becomes ilaha. Alladhina an'ama. The second rule is madun fasil. It is dice. We should elongate 2 or 4 or 5 harkat. Here since hamza comes after nun alamat al-mad in 2 different words, it becomes madun fasil. Wajtubaina iza tutla. Now I invite someone for the audience to open the Quran and choose any page. My friend Abdul Hadi will perform the tilawa. A'udhu billahi minash shaitanir rahim. Bismillahir rahmanir rahim. Wala ya'tuna بمثل إلا جئناك بالحق وأحسن تفسيرا. الذين يحشرون على وجوههم إلى جهنم أولئك شر مكانا وأضل سبيلا. This session with a heartwarming nasheeda. Hope you all enjoy this session. Al-Qur'anu kalamullah ma ajmalahu ma ahla. Al-Qur'anu kalamullah ma ajmalahu ma ahla. Al-Qur'anu huwal furqan bainal batili wal iman. Al-Qur'anu huwal furqan bainal batili wal iman.
അതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട് അതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട് തായക്മിനഹതും ഇല്ല ബിഹുബ്ബി റസൂലില്ലാഹ് ഉപ്പ ഉമ്മ അതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട് ഉപ്പ ഉമ്മ അതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട് എൻ്റെ പ്രേമദാനം കേൾക്കുക ഹബീബേ എൻ്റെ പ്രേമദാനം കേൾക്കുക ഹബീബേ കൽബിലൊരാശ നിറയുന്ന നേരം കതിരുളിത്താവേ കൽബിലൊരാശ നിറയുന്ന നേരം കതിരുളിത്താവേ പ്രണയാതുരനായി ഞാൻ പാടും പാട്ടിലെ കാമുകനോ നബിയേ പ്രണയാതുരനായി ഞാൻ പാടും പാട്ടിലെ കാമുകനോ നബിയേ അങ്ങേ കൂടായിരുന്നു സമ്മാനമായി അങ്ങനെ കുവരട്ടേനാൻ അങ്ങേ കൂടായിരുന്നു സമ്മാനമായി അങ്ങേക്ക് വരട്ടേനാൻ ഉപ്പ ഉമ്മ അതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട് ഉപ്പ ഉമ്മ അതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട് തായക്മിനഹതും ബിഹുബ്ബി റസൂലില്ലാഹ് കവികൾ പാടി കവികൾ ഇനിയും ബാക്കി കവികൾ പാടി കവികൾ ഇനിയും ബാക്കി പടപ്പുകളെല്ലാം കവികൾ നാനും എഴുതിയില്ല പടപ്പുകളെല്ലാം കവികൾ നാലും എഴുതിയില്ല നബിയുടെ മദിനയിലവരെ നിങ്ങൾക്കല്ലേ തൗസ് നബിയുടെ മദിനയിലവരെ നിങ്ങൾക്കല്ലേ തൗസ് അങ്ങേ കൂടായി സമ്മാനമായി അങ്ങിലേക്ക് വരട്ടെ ഞാൻ അങ്ങേ കൂടായി സമ്മാനമായി അങ്ങിലേക്ക് വരട്ടെ ഞാൻ ഉമ്മ അതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട് ഉപ്പ ഉമ്മ അതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട് അസ്സലാമു അലൈക്കും ഹലോ എവരിവൺ വെൽക്കം everyone we are so happy to see you here today we have a very special treat. Our friends are wearing beautiful clothes and they are ready to dance. It is time for our Arabic welcome dance. They will say marhaba and welcome you with a smile. So let's clap our hands and cheer. Please welcome the Arabic dancer, Shukran. حيا 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 مرحب حيا بالجميع حيا 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 مرحب حيا بالجميع حيا 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 مرحب حيا بالجميع هلا ويا حيا سلام تحية جيت من جانا لا ما هي عادية يا مطوال الغيبة اللقيا مطلوبة لقيا لها هيبة فيها كرم طيبة ترحيب يا هلا يا هلا عطر وطيب جو رهيب بكل سرور ارحبوا ترحيب ترريرارا عطر وطيب جو رهيب ارحبوا يا ضيوف لا تتعبوا في خدمتكم واطلبوا يا مرحبا ارحبوا ألف أهلا مرحبا حيا 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 مرحب حيا بالجميع 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 نحيي رغم الزحمة نحيي كلا باسمه يلي شرفتونا ما توفيكم كلمة عنكم ما استغنينا راحتكم تعنينا
صلاة أستاذ وقلنا يا ألف حيا. يا ضيوف لا تتعبوا، في خدمتكم اطلبوا، يا مرحبتين ارحبوا، ألف أهل مرحبا. حيا 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 مرحب حيا بالجميع. 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 Then I call KK Moiduni sir, Treasurer, Al Bayan Charitable Trust. Muhammad Ali Sahib, Vice Chairman, Al Bayan Charitable Trust. Now I welcome Arif K A and Femil and Sadat Ali, all Al Bayan executive members. Please come onto the stage. And I welcome Mansoor sir also. Sir, please come onto the stage. Now I welcome Sajid Muhammad Ali sir, General Secretary, Al Bayan Charitable Trust, for the official welcome speech. Alhamdulillah. Alhamdulillahi Rabbil Alameen. Wassalatu wassalamu ala ashrafil mursaleen. Allahumma salli ala Sayyidina Muhammadin wa ala ali Muhammad. Rabbi shrah li sadri wa yassir li amri wahlul 'uqdatam min lisani wa yafqahu qawli. Assalamu alaikum wa rahmatullahi wa barakatuh. Alhamdulillah, വളരെ ഏറെ സന്തോഷമുണ്ട്. ഫ്ലോട്ടില്ല 2026 The Voyage to Righteousness. സർ, അപ്പോൾ അൽഹംദുലില്ലാ വളരെയേറെ സന്തോഷമുണ്ട്. ഫ്ലോട്ടില്ല 2026 The Voyage to Righteousness. നമ്മൾ വളരെ വലിയൊരു ആശയം വെച്ചുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പേര് നമ്മൾ വെച്ചിട്ടുള്ളത്. The Voyage to Righteousness. നമ്മൾ ഒരുമിച്ച് കൊണ്ട് നമ്മളുടെ ഈ മക്കളെ കൊണ്ട് ഒരു എന്താ പറയുക നന്മയിലേക്കുള്ള ഒരു യാത്ര പുറപ്പെടുകയാണ്. അതാണ് നമ്മളുടെ അൽഫിത്ര എന്നുള്ളൊരു ആശയം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്കൂള് തുടങ്ങാനുള്ള ആശയം. ഇവിടെ എല്ലാവരും നമ്മൾ അൽഫിത്ര മക്കളാണ്. അതുകൊണ്ട് അതിനെ പറ്റിയിട്ട് അധികമൊന്നും ഈ ഒരു വേദിയിൽ വിശദീകരിക്കേണ്ട ഒരു പ്രസക്തി ഇല്ല അതിൽ. എന്നാലും ജസ്റ്റ് അൽഫിത്ര എന്നുള്ളൊരു വാക്ക് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കണം നല്ലതാണെന്ന് തോന്നുന്നു. അൽഫിത്ര എന്നുള്ള വാക്ക് വന്നിട്ടുള്ളത് എന്താ പറയുക, പരിശുദ്ധ ഖുർആനിൽ കുല്ലു മൗലൂദുൻ യൂലദു അലൽ ഫിത്ര, എല്ലാ മക്കളെയും അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ളത് എന്താ ഏറ്റവും പരിശുദ്ധ രൂപത്തിലാണ്, ഏറ്റവും നിഷ്കളങ്കരായിട്ടുള്ള രൂപത്തിലാണ്. അവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ എങ്ങനെയാണ് മക്കളെ മൗൾഡ് ചെയ്തെടുക്കുന്നത്, എങ്ങനെയാണ് അവരുടെ സ്വഭാവം രൂപീകരിക്കുന്നത്, എല്ലാതും നമ്മൾ ആ മക്കളെ ബ്ലാങ്ക് ആയിക്കൊണ്ടാണ് അല്ലാഹു തആല സൃഷ്ടിക്കുന്നത്. ശരിയാണ്, എല്ലാവർക്കും ഓരോ തരം കഴിവുകളുണ്ട്, ഓരോ സ്കില്ലുകളുണ്ട്, ഓരോ രീതിയിലാണ് അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ളത്. പക്ഷെ ഓരോന്നിനും നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്, ഓരോന്നിനും നമ്മൾ ആ മക്കളെ ഒരു മാർഗദർശനം, ഒരു മാർഗരീതി അല്ലാഹു തആല കാണിച്ചു തന്നിട്ടുണ്ട്. അത് നിന്നുകൊണ്ട് പഠിച്ചിട്ട് വേണം നമുക്കും നമ്മൾ സ്വന്തമായിട്ടും നമ്മളുടെ കുടുംബത്തിനും നമ്മളുടെ സമൂഹത്തിനും നമ്മളുടെ ചുറ്റുള്ളവർക്കും നമ്മൾ ഹിദായത്ത് കൊടുക്കാനും സന്മാർഗം കൊടുക്കാനും ഒരു മാർഗനിർദ്ദേശാവായിട്ട് മുന്നിൽ ഖലീഫമാരായിട്ട് കാണിക്കാനായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വലിയ ഒരു ആശയം അൽ ഫിത്ര എന്നുള്ളത് കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്കിപ്പോൾ ഇവിടെ കഴിഞ്ഞ കൊല്ലം നമ്മൾ 10 വർഷമാണ് നമ്മൾ ആഘോഷിച്ചത്. അൽഹംദുലില്ലാ ഇപ്പോൾ 11ാമത്തെ വർഷത്തിലാണ് നമ്മൾ കൊക്കാല സ്കൂളിൽ ആനുവൽ ഡേ ആഘോഷിക്കുന്നത്. അതോടുകൂടിയിട്ട് മറ്റന്നാൾ നമ്മൾ കരുവന്നൂർ സ്കൂളിന്റെ 10ാം വാർഷികം. ഇൻഷാ അല്ലാഹു തആല നമ്മളുടെ എല്ലാവരുടെയും നെയ്യത്ത്, നമ്മളുടെ എല്ലാവരുടെയും ഈ സമയം നമ്മൾ ഈ ചെലവാക്കുന്നത് മക്കൾക്കെല്ലാം ആഖിറത്തിൽ ഖൈറായിട്ടുള്ള ഒരു ഏറ്റവും നല്ല ഒരു നന്മയായിട്ട് ഉപകരിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആദ്യം ദുആ ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ അൽബയാൻ എന്നുള്ളത് നമ്മളിപ്പോൾ ഇതിൽ സൂചിപ്പിക്കാൻ കാരണം എന്ന് വെച്ചാൽ, ഒരു കഴിഞ്ഞ ദിവസം ഒരു അഡ്മിഷൻ ഒരു കുട്ടി വിളിച്ചു, ഒരു പാരന്റ് വിളിച്ചിരുന്നു.
പാരന്റ് വിളിച്ചിട്ട് ചോദിച്ച കുറേ കാര്യങ്ങൾ ചോദിച്ചു. അതോടുകൂടിയിട്ട് പാരന്റ് ചോദിച്ച് നിങ്ങൾ ഏത് മദ്ഹബാണ് പഠിപ്പിക്കണമെന്ന് വെച്ച്. ഇവിടെയാണ് നമുക്ക് ഒന്ന് സൂചിപ്പിക്കാനുള്ളത്, സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കണമെന്ന് മാത്രം. അത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണത്. നമ്മൾ പലതരം ഹദീസുകളും കാര്യങ്ങളൊക്കെ നമ്മൾ പലതും അറിയുന്നതാണ്. കാരണം നമ്മളുടെ കൗമ് ആഖിറ ആകുമ്പോഴത്തേക്കും ഇത്രയ്ക്ക് വിഭാഗങ്ങളായിട്ട് വിഭജിക്കും. അല്ലെങ്കിൽ നമ്മളത് ഇപ്പൊ ചിലർ പറയണ കേൾക്കാം, നമ്മളിനി എന്ത് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, അത് വിഭജിക്കും, അത് റസൂല് പറഞ്ഞിട്ടുള്ള കാര്യമാണെന്നുള്ളത്. പക്ഷെ നമ്മളിവിടെ ആലോചിക്കേണ്ട എന്താണ് കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഓരോ വിഭാഗങ്ങളിലും നമ്മൾ ഈ ദീനിന്റെ മാർഗത്തിൽ മുന്നോട്ട് പോകുന്നത്, നമ്മൾ വിശ്വസിക്കുന്നത് ഏറ്റവും വലിയ സത്യമായത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു മാർഗം നമ്മൾ തെരഞ്ഞിട്ട് മുന്നോട്ട് പോകുന്നത്. അതാണ് നമ്മൾ ഇവിടെ ആദ്യം ആലോചിക്കേണ്ടത്. കാരണം ഇപ്പോഴൊക്കെ ഈ ഒരു കാലഘട്ടത്ത്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്ത് നമുക്കറിയാം പലതരം ശക്തികളും എങ്ങനെയാണ് ഇസ്ലാമിനെയും നമ്മൾ തമ്മിൽ തെറ്റിക്കാനും അങ്ങനെ പല രീതിയിലാണ്, പല കുതന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളുടെ മുന്നിലുള്ളത്. പക്ഷെ എന്തോ ഭാഗ്യത്തിന്, നമ്മളുടെ ഭാഗ്യം തന്നെ എന്ന് പറയട്ടെ, കാരണം ഇതുവരെയായിട്ടും വലിയ ഒരു പരീക്ഷണം നമുക്ക് വന്നെത്തിയിട്ടില്ല. നമ്മൾ ഓരോ ദിവസം പത്രത്തിൽ വായിക്കുകയാണ്, ഓരോ ദിവസം നമുക്ക് കാണാം. ഇപ്പൊ ഫസ്റ്റ് പേജിൽ നിറഞ്ഞത് കൊണ്ടാണ് ഇപ്പൊ സെക്കൻഡ് പേജിലേക്കും തേർഡ് പേജിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. അതോടുകൂടി തന്നെ നമുക്കും അതിന്റെ ഒരു പ്രസക്തി നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ആദ്യം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇതിൽ 5 പേര് കൊലപ്പെട്ട്, ഒരു സ്ഥലത്ത് ബോംബ് പൊട്ടി, ഇപ്പതാ 10 സ്ഥലത്തായി. പിന്നെ നമുക്കത് എണ്ണം തെറ്റി തുടങ്ങി. നമ്മൾ തന്നെ വെറുതെ മറ്റൊരു വരി എണ്ണം മാറിയായി തുടങ്ങി. നമ്മളുടെ പലരും ദുആകളിലും പ്രാർത്ഥനകളിലും കരച്ചല് പോലും അത് മറന്നു തുടങ്ങി. അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെയാണ് നമ്മളിപ്പോ വളരെ സുഖമായിട്ട് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും പല രീതിയിലുള്ള പല പ്രശ്നങ്ങളും നമുക്ക് മനസ്സിലാവാത്തത്. അപ്പൊ ഇതിൽ സൂചിപ്പിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോ വളരെ അതിക്രമിച്ചിട്ടുണ്ട്. എവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്? ഇപ്പൊ അൽഫിത്രയിൽ നമ്മൾ പഠിപ്പിക്കുന്നത് എന്താണ്? മക്കൾക്ക് വേണ്ട ഒരു ബേസാണ് നമ്മൾ പഠിപ്പിക്കുന്നത് ഇവിടെ. ആ ബേസ് കഴിഞ്ഞിട്ട് മക്കൾക്ക് അതിൻ്റെതായിട്ടുള്ള സ്വാതന്ത്ര്യം പല രീതിയിലുണ്ട്. എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏത് രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത്, എല്ലാം അവരതിലാണ്. നമ്മളിതിൽ നമ്മൾ പറയാം, നമ്മളൊരു പരിശുദ്ധ ഇസ്ലാമിന് ഏറ്റവും വലിയൊരു പ്രസക്തി, ഒരു എന്താ പറയുക, ഒരു ഭംഗി എന്ന് പറയുന്നത്, ഒരു എക്സാമ്പിൾ പറയാനാണത്. ഇപ്പൊ നമുക്കറിയാം പരിശുദ്ധ റമദാനിൽ നമ്മള് എന്താ പറയാ, രാത്രി മൊത്തം നമ്മൾ ഇബാദത്തിൽ നമ്മൾ പള്ളിയിൽ കൂടാന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഒരു പുണ്യകർമ്മമായിട്ടാണ് നമ്മൾ കണക്ക് കൂട്ടണത്. പക്ഷെ അതേ റസൂലാണ് നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത് എന്താണ്? ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് പള്ളിയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് അവരെ സഹായിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ദീനിൽ പറഞ്ഞിട്ടുള്ളത് നമുക്ക് പലർക്കും അറിയാം, പട്ടിയെ അല്ലെങ്കിൽ നമുക്ക് നജസ എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അതേ റസൂലാണ് പഠിപ്പിച്ചിട്ടുള്ളത് പട്ടീനെ കെട്ടിവെച്ചിട്ട് എന്താ പറയുക, പട്ടിണിക്ക് കിടന്നവന് എൻ്റെ ദീനിൽ പെട്ടിട്ടുള്ളവനല്ല എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അവിടെയാണ് നമ്മൾ അറിയേണ്ടത്. ഇപ്പൊ നമ്മൾ ഏറ്റവും പലരും പല രീതിയിലും പല രാജ്യങ്ങളിലും പറയുന്ന കുറച്ച് പേരുണ്ട്. എന്താ പറയാ, ജിഹാദിനാണ് ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ നേരെ സ്വർഗത്തിലെന്നാ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയണതാണ്. ജിഹാദിന് വന്ന ഒരു സഹാബിയുടെ അടുത്ത് റസൂല് എന്തുകൊണ്ടാണ് മടക്കി വിട്ടത്? കാരണം അവരെ ഉമ്മയും വാപ്പയും അവിടെ ഒറ്റയ്ക്കാണ്. അപ്പൊ അവരോട് പഠിപ്പിച്ച എന്താണ്? നിങ്ങളെ ഉമ്മാനെ പോയി നോക്കുക. അതാണ് ജിഹാദിനേക്കാളും ഏറ്റവും വലിയ ഒരു പുണ്യകർമ്മം എന്നുള്ളത്. ഇവിടെയാണ് നമ്മൾ പരിശുദ്ധ ദീൻ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ മാധുര്യം മനസ്സിലാക്കേണ്ടത്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലതും നമുക്ക് സമൂഹത്തിൽ ജീവിക്കാൻ പറ്റിയ ഏറ്റവും എളുപ്പ രീതിയിലാണ് നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത്. അവിടെ നമ്മളാണ് ഈ കുടുസം ഉണ്ടാക്കിയിട്ട് നമുക്കും ബാക്കിയുള്ളവർക്കും എല്ലാതും എന്താണ് ഇസ്ലാം എന്നുള്ളത് ഒരു തെറ്റിദ്ധാരണ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിൽ. അപ്പൊ ഇവിടെ പറയാനുള്ള എന്താന്ന് വെച്ചാൽ, നമ്മളുടെ മക്കളെ നമ്മളൊരു രീതിയിൽ വളർത്തണത്. നമുക്കറിയാം എല്ലാ രീതിയിലുള്ള സബ്ജക്ട്സ് ഉണ്ട്, എല്ലാത്തിലും ഒരു എക്സൽ ഉണ്ട്. നമ്മളിവിടെ ആനുവൽ ഡേയിൽ പ്രത്യേകിച്ച് നമ്മളൊരു കാര്യം നിങ്ങളെല്ലാ പാരൻസിനും അറിയുണ്ടാവും. ഒരു കളിക്കാൻ പോലും അറിയാത്ത കുട്ടീനെ കൊണ്ടുപോലും നമ്മൾ കളിപ്പിച്ചിട്ടുണ്ട്, പങ്കെടുപ്പിച്ചിട്ടുണ്ട്, അവർക്ക് എല്ലാവർക്കും പ്രൈസ് കൊടുത്തിട്ടുണ്ട്. കുട്ടിയുടെ കഴിവുകൾ പരമാവധി എല്ലാ രീതിയിലും പറ്റണ നിലയ്ക്ക് എല്ലാ രീതിയിലും പരിപോഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ രീതിയിലും നമ്മൾ കൊടുക്കേണ്ടത്. കാരണം നമുക്കൊരു നിർബന്ധമാണത്. കാരണം ഈ മക്കള് എല്ലാ ഇതിലും ആ കുട്ടിക്ക് ഒരു ഇതിൽ നീങ്ങാൻ പോലും പറ്റില്ലെങ്കിലും അവർക്കൊരു അവസരം നമ്മൾ കൊടുക്കുകയാണ്. എല്ലാ കുട്ടിക്കും അതിനുള്ള കഴിവുകളുണ്ട്. നമ്മളുടെ തന്നെ ചില കുട്ടികൾ എന്താ പറയുക, LKG UKG കഴിയുമ്പോൾ പലരും ചില കംപ്ലൈന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കാരണം എൻ്റെ കുട്ടിക്ക് എത്താൻ പറ്റില്ല എന്നുള്ളത്. അപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, ഒന്ന് വെയിറ്റ് ചെയ്യും. കാരണം ഇത് അല്ലാഹു തആലയുടെ സഹായം ഉണ്ടാവും. നമ്മൾ ഒന്ന് ഇതായി കഴിഞ്ഞാൽ, നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ ആ കുട്ടികൾ പിന്നെയും പലതും എന്താ പറയാ, കഴിയാത്ത കാര്യങ്ങൾ വരെ മറികടക്കാൻ പറ്റും.
അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ അധികം ഇതിൽ ദീർഘിപ്പിക്കണില്ല. നമ്മൾ ഒരു കാര്യം മാത്രം നമ്മൾ ആലോചിക്കുക. ഞാൻ സ്ഥിരം എല്ലാവരുടെ പറയുന്ന ഒരു കാര്യം തന്നെയാണത്. നമ്മളിവിടെ ഈ അൽ ഫിത്ര എന്നുള്ളൊരു തുടക്കം ഇടുന്നത് മക്കളുടെ മനസ്സിൽ ഒരു കാര്യം, നമ്മൾ ആ ഒരു വലിയ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു പാഠം നമ്മൾ ഖുർആൻ ഓതുക എന്നുള്ളത് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ആദ്യം ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് റസൂലിന്റെ അടുത്ത് പഠിപ്പിച്ചുള്ളത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നാണ്. ഇഖ്റ എന്ന് പറയാൻ പഠിപ്പിച്ചുള്ളത് റസൂലിന് വായിക്കാൻ പോലും അറിയില്ല. ആ റസൂലിന്റെ അടുത്താണ് ഇഖ്റ എന്ന് പറഞ്ഞത്, വായിക്കാൻ പറഞ്ഞത്. നമുക്ക് പലതും അറിയാം, നമ്മളുടെ ഏറ്റവും പ്രശ്നം നമ്മളുടേതാണ്. കാരണം നമ്മൾ പോലും ഖുർആൻ വായിക്കുന്നു, ഓരോ ഹർഫിനുള്ള കൂലി എന്നല്ലാതെ എന്താണ് ഇഖ്റ എന്നതിന്റെ വാക്കിന്റെ ഒരു വ്യാപ്തി എന്ന് പോലും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. ഓരോ വാക്കുകളും അതിൻ്റെ സാഹചര്യം, അതിൻ്റെ പശ്ചാത്തലം പഠിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്നും എനിക്കും ഓരോരുത്തർക്കും അത് ബാധകമാണെന്നുള്ളത്. അവിടെ വേണം നമ്മൾ പഠിച്ചു തുടങ്ങാനായിട്ട്. എന്നിട്ട് വേണം എനിക്ക് ആദ്യം നന്നാവണം. ഞാൻ നന്നായാലാണ് എനിക്ക് എൻ്റെ കുടുംബത്തിനെ നന്നാക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാലാണ് എൻ്റെ അടുത്തുള്ളവർ നന്നാക്കാൻ പറ്റുള്ളൂ. നമുക്കറിയാം 40 വീടാണ് നമ്മളുടെ അയൽവാസികൾ പറഞ്ഞിട്ടുള്ളത്. അത് ഈ ഒരു ഭാഗമല്ല, തെക്ക് വടക്ക് കിഴക്ക് എല്ലാ ഭാഗത്തു നിന്നും 40 ആൾക്കാരിൽ 40 വീടുകളിൽ ഒരു വീട്ടിൽ പട്ടിണി കിടക്കുന്ന ഒരാളുണ്ടെങ്കിൽ അവൻ ദീനിൽ പെട്ടവനല്ല എന്ന് പഠിപ്പിച്ചിട്ടുള്ളവരാണ് നമ്മളുള്ളത്. അപ്പൊ അങ്ങനെ നമ്മൾ എവിടെയാണ് ശ്രദ്ധിക്കുന്നത്? എവിടെയാണ് നമ്മളുടെ അടുത്തുള്ള അയൽവാസി കഷ്ടപ്പെടുന്നുണ്ടോ എന്ന് അറിയേണ്ടത്? അവിടെയാണ് നമ്മളെ മക്കളെ നമ്മൾ വളർത്തേണ്ടത്. അതാണ് നമുക്ക് വേണ്ടത്. അല്ലാണ്ട് നമ്മൾ ഖുർആനും പഠിച്ച് ഇവിടെ ഇരിക്കലല്ല. നമ്മൾ സമൂഹത്തിൽ ഇറങ്ങണം. നമ്മളുടെ സമൂഹത്തിന് ഇനി വേണ്ടെന്ന് വെച്ചാൽ നല്ല ഒരു ഡോക്ടർ വേണം. എന്താണ്? അവൻ സമൂഹത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം. അതേമാതിരി നമുക്ക് നല്ലൊരു പോലീസുകാർ വേണം, സമൂഹത്തിന് പ്രവർത്തിക്കണം. പണ്ട് നമ്മൾ പലരിടത്തും പറയാറുണ്ട് നിങ്ങൾ വേണം IAS ഒക്കെ എടുക്കുക. കാരണം അതിൻ്റെയൊക്കെ എന്താണ് പ്രസക്തി നമുക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. സമൂഹത്തിലും ബാക്കി എല്ലായിടത്തും പ്രവർത്തിച്ചിട്ട് നല്ലതായി ചെയ്യണമെങ്കിൽ നമ്മൾ നല്ല മുസ്ലിങ്ങളായിട്ട് ഒരു മാതൃകയായിട്ട് ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാനായിട്ട് എൻ്റെ വിഷമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളർത്താൻ വേണ്ടിയിട്ടാണ് ഈ മക്കളെ നല്ലൊരു രൂപത്തിൽ നമ്മൾ മൗൾഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ്. അപ്പൊ അതൊന്ന് എല്ലാവരുടെ അടുത്തും നമ്മൾ ആ ഒരു ഇത് വേണം ഈ മക്കളെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നോട് ഓർമ്മിപ്പിക്കുകയാണ്. അതോടുകൂടി എൻ്റെ കർത്തവ്യത്തിലേക്ക് ഒന്ന് കടക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ആദ്യമായിട്ട് മേയർ, ഡെപ്യൂട്ടി മേയർ അദ്ദേഹം ഇവിടെ എത്തിയിട്ടില്ല. അദ്ദേഹം നേരത്തെ തന്നെ വരാമെന്ന് പറഞ്ഞാണ്, പിന്നെ പെട്ടെന്നൊരു മീറ്റിംഗ് വന്നതുകൊണ്ട് എത്താൻ പറ്റിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് മൂപ്പര് വരുമ്പോൾ നമുക്ക് ഇതാക്കാം. പിന്നെ ഇവിടെ നമ്മളെ ക്ഷണം സ്വീകരിച്ചിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് KK മൊയ്തീൻകുട്ടി IPS അവർകളാണ്. അദ്ദേഹം അസിസ്റ്റന്റ് ഡയറക്ടർ കേരള പോലീസ് അക്കാഡമി ട്രെയിനിങ് സെന്റർ തൃശ്ശൂരാണ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും, നജീബ് സാർ ഉണ്ടായിരുന്നു. നജീബ് സാറിന് ഒറ്റ സുഹൃത്തുമാണ്. നജീബ് സാർ നമുക്ക് പിന്നെ കണ്ടു പരിചയമുണ്ട്. സാർ പറഞ്ഞ വഴിക്ക് മൊയ്തീൻകുട്ടി സാർ റെഡി ആയതാണ്. പിന്നെ നോക്കിയപ്പോൾ നമ്മൾ ട്രസ്റ്റ് മെമ്പേഴ്സ് പലരും വളരെ പരിചയമുള്ളതാണ് മൊയ്തീൻകുട്ടി സാറിന്. അദ്ദേഹവും പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ വർക്കും കാര്യങ്ങളൊക്കെ വിട്ടുകൊണ്ട് നമ്മളുടെ മക്കൾക്ക് ഇങ്ങനത്തെ ഒരു ആശയം മുന്നിൽ വെച്ചുകൊണ്ട് അതിൻ്റെ പ്രസക്തിയും ഇതിനു വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. അതോടുകൂടിയിട്ട് അദ്ദേഹത്തിന് മൊയ്തീൻകുട്ടി IPS അവരുകളെ ഞാൻ വേദിയിലേക്ക് ഒന്നുകൂടി ഒഫീഷ്യലായിട്ട് സ്വാഗതം ചെയ്യാണ്. നമ്മളെ ട്രസ്റ്റ് മെമ്പറിൻ്റെ മോളെ നദാഫ് അദ്ദേഹം വിളിക്കുകയാണ്. അതോടുകൂടിയിട്ട് അടുത്തതായിട്ട് വേദിയിലിരിക്കുന്നത് നമ്മളെ ട്രസ്റ്റ് വൈസ് ചെയർമാൻ മുഹമ്മദ് അലി സാഹിബ്. എൻ്റെ ഉപ്പയാണ്. തുടക്കം തൊട്ടിട്ട് നമ്മളെ കൂടെ എപ്പോഴും സപ്പോർട്ടിലുള്ളതാണ്. ചീത്ത പറയാനും എപ്പോഴും ഉണ്ടാവും, രണ്ടിനുണ്ടാവും. അപ്പോൾ അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യണം. പിന്നെ ട്രസ്റ്റ് ചെയർമാൻ അദ്ദേഹത്തിന് ഞാൻ നേരത്തെ സ്വാഗതം ചെയ്തിരുന്നു. ഒന്നുകൂടി ഞാൻ ഈ ഒരു ഒഫീഷ്യൽ ഇതിൽ സ്വാഗതം ചെയ്യാണ്. അദ്ദേഹമാണ് എന്താ പറയുക പ്രസിഡൻഷ്യൽ അഡ്രസ്സ് ഇതാണ് ചെയ്യാൻ പോണത്. അടുത്തതായി ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ആരിഫ് K അദ്ദേഹത്തെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആരിഫിൻ്റെ മോൾ തന്നെയാണ്.
അടുത്തതായി നമ്മൾ ട്രസ്റ്റ് ആക്ടിംഗ് ട്രഷറർ സാദത്ത് അവർകളെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. വെൽക്കം ചെയ്യണം. സോറി. അടുത്തതായിട്ട് ട്രസ്റ്റ് ജോയിന്റ് സെക്രട്ടറി മൻസൂറിന് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായിട്ട് ട്രസ്റ്റ് ജോയിന്റ് സെക്രട്ടറി ഫെമിലിന് സ്വാഗതം ചെയ്യുകയാണ്. അൽഹംദുലില്ലാ, ഒരൊറ്റ ദുആ മാത്രം പറഞ്ഞുകൊണ്ട് ഇതാവാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ കാലഘട്ടത്തിന് പ്രസക്തമായിട്ടുള്ള ഏറ്റവും വലിയ ദുആണ്. അത് ഓർമ്മിപ്പിക്കാനുള്ളത് ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, അന്ന് ഇബ്രാഹിം നബി മക്കയിൽ ഒറ്റയ്ക്ക് മരുഭൂമിയിലുള്ളപ്പോൾ വേറെ ജനങ്ങളും വെള്ളം ഒന്നുമില്ലാത്ത സമയത്ത് ഒറ്റയ്ക്ക് അല്ലാഹു തആല പഠിപ്പിച്ച ഒരു ദുആണത്. റബ്ബിജൽ ഹാദ ബലദൻ ആമിനൻ എന്നാണ്. നമുക്ക് നിർഭയത്വമുള്ള ഒരു രാജ്യം ആയി തീർക്കണമേ എന്ന്. ആ പ്രസക്തി നമ്മൾ ആലോചിക്കേണ്ട. കാരണം അവിടെ അന്നൊരു പ്രശ്നമില്ല, ഒരു ജനങ്ങളും ഇല്ല, ആരുമില്ല. എന്നിട്ട് ഒറ്റയ്ക്കാവുമ്പോൾ പോലും അല്ലാഹു തആല പഠിപ്പിച്ചു കൊണ്ടെടുത്തിട്ടുള്ള ഏറ്റവും വലിയ ദുആണത്. ഇന്ന് നമുക്കും അല്ലാഹു തആല ആ നിലയ്ക്ക് തന്നെ നമ്മളെ സംരക്ഷിക്കട്ടെ. നമ്മളെല്ലാവരെയും മക്കളെ നാളത്തെ ഇവിടുത്തെ ഖലീഫമാരെ വളർത്തിയിട്ട് സമൂഹത്തിലെ ഉന്നത നിലയ്ക്ക് ഉയർത്തി കൊണ്ടുവരാൻ അല്ലാഹു തആല സഹായിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് പ്രസിഡൻഷ്യൽ അഡ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മുഹമ്മദ് റാഫിഖ് അവർകളെ ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാ 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 അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂൽ കരീം. പ്രിയ സ്റ്റേജിലിരിക്കുന്ന മുഖ്യാതിഥികളെ, ട്രസ്റ്റ് അംഗങ്ങളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ രക്ഷിതാക്കളെ, പിഞ്ചു കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ നമ്മളെല്ലാവരും ഒന്ന് ഒത്തുചേർന്നിരിക്കുന്നു. വളരെ സന്തോഷം നിറഞ്ഞ ഈ ദിനത്തിൽ, അതായത് നമ്മുടെ അൽഫിത്ര സ്കൂളിൻ്റെ 11ാം വാർഷികത്തിൽ നമ്മൾ ഒന്നിച്ചേർന്നിരിക്കുന്നു. റബ്ബ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ ഒരുപാട് സ്കൂളുകളും സ്ഥാപനങ്ങളും ഉണ്ടെങ്കിലും നമ്മൾ അൽഫിത്ര തിരഞ്ഞെടുത്തു, കുട്ടികളെ ഇതിൽ ചേർത്തു, പഠിപ്പിച്ചു. അൽഹംദുലില്ലാ 11 വർഷമായി ഒരുപാട് കുട്ടികൾ ഇവിടുന്ന് പഠിച്ചു പോയി. ഇപ്പോഴും ഏകദേശം നമ്മുടെ 2 സ്കൂളും കൂടി 100 ചില കുട്ടികൾ പഠിക്കുന്നു. അൽഹംദുലില്ലാ, വളരെ പ്രതീക്ഷയോടുകൂടിയാണ് പേരൻസ് എല്ലാവരും കുട്ടികളെ ഇങ്ങോട്ട് അയക്കുന്നത്. പ്രത്യേകിച്ചും ഇഹത്തിലും പരത്തിലും പ്രതിഫലം ലഭിക്കാനും കുട്ടികളെ ദുആ ലഭിക്കാനും നല്ല കുട്ടികളായി വാർത്തെടുക്കാനും വേണ്ടിയാണ് ഇങ്ങോട്ട് അയക്കുന്നത്. അത് പരമാവധി വളരെ ശ്രദ്ധയോടുകൂടി നന്നായിട്ട് പോകുന്നുണ്ട്. അൽഹംദുലില്ലാ, റബ്ബെല്ലാവരും അനുഗ്രഹിക്കട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന ഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. Thank you, sir, for your valuable words. I humbly request you to stay there to give away some prizes. Success begins with a simple habit, being present every single day. Regular attendance shows sincerity to learn. To appreciate this admirable quality, we proudly present the Best Attendance Award to the student who has maintained excellent attendance throughout the academic year. Let's applaud this student for their commitment and consistency. May this dedication continue in the years to come. Now I kindly invite Muhammad Rafi sir, Chairman Al Bayan Trust, to come forward and present the award. The Best Attendance Award, Muhammad Azan Faisal. Muhammad Azan Faisal. All of you please give them a big round of applause. Muhammad Azan Faisal. And from level 1, Nahan Malik. Nahan Malik. The Best Attendance Award goes to Nahan Malik from level 1. Next is Zahan Anzar Hafiz from level 2. The Best Attendance Award goes to Zahan Anzar Hafiz from level 2. Next, from first standard, the Best Attendance Award goes to Tariq Viti. Thank you, sir.
Now I welcome KK Moidin Kutti sir, IPS, Assistant Director, Kerala Police Academy, Thrissur, to inaugurate the convocation. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽ ബയാൻ ട്രസ്റ്റിൻ്റെ കീഴിൽ നടക്കുന്ന അൽ ഫിത്ര സ്കൂളിൻ്റെ 11ാമത് വാർഷിക ആഘോഷത്തോടനുബന്ധിച്ച് കോൺവക്കേഷൻ സെറിമണിയുടെ ഭാഗമായി ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചതിലുള്ള സന്തോഷം ഞാൻ ആദ്യം അറിയിക്കട്ടെ. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതിൽ പങ്കെടുക്കാൻ ഒരു യോഗ്യനായ വ്യക്തി തന്നെയാണ് ഞാൻ. കാരണം എൻ്റെ മകൾ അൽ ഫിത്രയിലാണ് പഠിച്ചത്. ആദ്യത്തെ 3 വർഷത്തിന് ശേഷം 4ാം ക്ലാസ് വരെ അൽ ഫിത്ര കോഴിക്കോടിലുള്ള ഒരു ബ്രാഞ്ചിലാണ് എൻ്റെ മകൾ പഠിച്ചത്. തീർച്ചയായിട്ടും ഒരു കുട്ടിക്ക് നൽകേണ്ട പ്രാഥമികമായ വിദ്യാഭ്യാസം അത് അൽ ഫിത്ര നൽകുന്നതുമായ പോലെ മറ്റൊരു സ്ഥാപനങ്ങൾക്കും നൽകാൻ കഴിയില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ദീനിൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളും അതോടൊപ്പം തന്നെ സ്കൂൾ വിദ്യാഭ്യാസവും സമന്വയിപ്പിച്ചുള്ള ഒരു രീതിയായിരുന്നു കോഴിക്കോട് അൽ ഫിത്ര സ്കൂൾ ഉണ്ടായിരുന്നത്. സ്വാഗത പ്രോസിംഗൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കുട്ടി വളരെ പരിഭാവനമായ അവസ്ഥയിൽ ജനിച്ചതിന് ശേഷം ആ കുട്ടി ഒരു വ്യക്തിയായി രൂപാന്തരപ്പെടുന്നത് അവന് കിട്ടുന്ന ശിക്ഷണവും അവൻ്റെ ചുറ്റുപാടിൽ നിന്ന് കിട്ടുന്ന പരിചയത്തിലും കൂടെയാണ്. നമുക്കറിയാം, ഏതൊരു വ്യക്തിയുടെയും തുടക്കം നല്ല രീതിയിലായാൽ അത് നിലനിർത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ഏതൊരു ലക്ഷ്യവും നേടിയെടുക്കാൻ കഴിയുമെന്ന കാര്യം സംശയമില്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇഹത്തിലും പരത്തിലുമുള്ള വിജയമാണ് ഒരു വിശ്വാസിയുടെ വിജയം. രണ്ടും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണ്. ഇഹത്തിലും ആദ്യം പ്രാർത്ഥനയിലൊക്കെ തന്നെ ഇഹത്തിലും പരത്തിലുമുള്ള വിജയത്തിനെ കുറിച്ചാണ് പറയാറ്. അപ്പം തീർച്ചയായിട്ടും ഇഹത്തിലുള്ള വിജയവും പരത്തിലുള്ള വിജയം പോലെ തന്നെ പ്രാധാന്യമേറിയതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അൽ ഫിത്ര പോലുള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് തുടങ്ങുന്ന കുട്ടി ജീവിതത്തിൽ വഴിപിഴച്ചു പോകുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ആ ഒരു ചുറ്റുപാടിൽ വളർന്നു വരുന്ന ശിക്ഷണത്തിൻ്റെ പുറകെ പിടിച്ചു നിന്നാൽ ഏതൊരു വ്യക്തിക്കും ഏതൊരു കുടുംബത്തിനും ഉയർച്ചയിൽ എത്തിച്ചേരാൻ കഴിയുന്ന കാര്യം ഉറപ്പാണ്. ഈ എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും, ഇന്ന് ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും, ഇവിടുന്ന് വിദ്യാഭ്യാസം പൂർത്തിയായിട്ട് പുറത്തു പോകുന്ന കുട്ടികൾക്കും എല്ലാം തന്നെ നല്ലൊരു ഭാവിയും അവരുടെ നല്ലൊരു കരിയറും എല്ലാം ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടി, ഈ കോൺവക്കേഷൻ സെറിമണി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.